Good afternoon. Good afternoon, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തെന്ന് ഓർമ്മയുണ്ടോ? An overview of health and hospital administration തുടങ്ങി. നേച്ചർ കംപ്ലീറ്റ് ചെയ്തു. നേച്ചർ കഴിഞ്ഞിട്ട് എടുത്തില്ലേ? നേച്ചർ കഴിഞ്ഞെടുത്തില്ലേ? ആബ്സെന്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ മാം. ഓക്കെ, പ്രിൻസിപ്പിൾസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? പ്രിൻസിപ്പിൾ സ്റ്റാർട്ട് ചെയ്തില്ലേ? ചെയ്തു. ഓക്കെ, ഒരു 6 പോയിന്റ് വരെ നമ്മൾ എടുത്തില്ലായിരുന്നോ? അല്ലേ? അതെ. ഓക്കെ, നമുക്കപ്പോ പ്രിൻസിപ്പിൾ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പോയിന്റ്സ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്താണ്? ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാവരും ഓരോന്ന് ഇതിൽ നിന്നുള്ള ടച്ചൊക്കെ വിട്ടുപോയാ? വായിച്ചിരുന്നോ? വീട്ടിലിരുന്ന് ചാപ്റ്റർ വായിച്ചിരുന്നോ? വായിച്ചു, ഒരാൾ മാത്രം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റ് വായിച്ചു. എന്താണ് ഒരു ജസ്റ്റ് വായന? ബിസി ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമുകളൊക്കെ എടുക്കാറായി. ഓരോ പോർഷൻസ് ഒരുവിധമൊക്കെ തീർന്നില്ലേ? ഇനി കുറെ ചാപ്റ്റേഴ്സ് ഉണ്ടോ ഇനി കംപ്ലീറ്റ് ആവാനായിട്ട്? ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടോ? ഇനി എത്ര ചാപ്റ്റർ ഉണ്ട്? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 5 ചാപ്റ്റർ ഉണ്ടോ? ടോട്ടൽ ഇനി 5 ചാപ്റ്ററേ ഉള്ളൂ. എടുക്കുന്നത് കൂടി ഉൾപ്പെടുത്തിയാണോ നിങ്ങൾ പറയുന്നത്? അല്ലാതെ എടുക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് 5 എണ്ണം ഉണ്ടോ? ഓക്കെ, ഏതൊക്കെയാണെന്ന് ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുക്കാനുള്ളത്? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അടുത്തത് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എടുത്തോ? സ്റ്റാർട്ട് ചെയ്തോ മിസ്? ഇല്ല. റെസ്പോൺസിബിലിറ്റീസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുത്തോ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് നോ. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എടുത്തിട്ടില്ലല്ലോ? എടുത്തോ? കംപ്ലീറ്റ് ആയോ? എടുത്തോണ്ടിരിക്കുകയാണോ മിസ്? ഷെർന മാം ആണോ എടുക്കുന്നത്? കംപ്ലീറ്റ് ആയിട്ടില്ല, എടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയും 5 എണ്ണം അല്ലേ നിങ്ങൾ 5 എണ്ണം പറഞ്ഞില്ലല്ലോ? അപ്പൊ 4 എണ്ണം അല്ലേ ആയുള്ളൂ? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പറഞ്ഞു, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഹൗസ് കീപ്പിംഗ് എടുത്തില്ലല്ലോ? എടുത്തോ? ഹൗസ് കീപ്പിംഗ് ഇല്ല. ഓക്കെ, 5 എണ്ണം അല്ലേ ബാക്കിയുള്ളത് അല്ലേ? ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞ മിസ്സിന്റെ കഴിയും. ഇപ്പോ കംപ്ലീറ്റ് ആവാത്ത ഏത് ടീച്ചേഴ്സിന്റെ ആണോ തീരാത്തത് നമുക്ക് അപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചാപ്റ്റേഴ്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ജനുവരി ഫസ്റ്റ് വീക്കിന്റെ ഡേറ്റിന്റെ എക്സാം ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ചൊക്കെ ഡേറ്റ് പബ്ലിഷ് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് പോർഷൻസ് തീരാനുണ്ടല്ലോ. പോർഷൻ തീർന്ന് ഒന്ന് റിവിഷൻ ഒക്കെ ആവുമ്പോഴേക്കും
സ്റ്റഡി ലീവൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എക്സാമിന് തന്ന പോലെ തന്നെയുള്ള സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിലേക്ക് കടക്കാം. നമ്മുടെ മിസ്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഇത്. നോക്കട്ടെ മിസ് ഏത് ടീച്ചേഴ്സിന്റെ ആണോ തീരാത്തത് അതിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് സമയമുള്ള അനുസരിച്ച് മിസ് എടുത്തു തരാം കേട്ടോ. നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ നോക്കാം. നമുക്ക് കുറച്ച് പോയിന്റ്സ്, ഒരു 6 പോയിന്റ്സ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആ ഒരു ഒബ്ജക്റ്റീവ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒബ്ജക്റ്റീവ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകളാണ് കൂടുതലും വരുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദിക്കാത്തതും. പക്ഷെ പ്രിൻസിപ്പിൾസ് ചോദിക്കാറുണ്ട്. അത് ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം നോട്ട് ചെയ്യാം കേട്ടോ. അത് ഏതാണ് നിങ്ങൾ ഫുൾ ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല. ജസ്റ്റ് അതിന്റെ മീനിങ്ങുകൾ മനസ്സിലാക്കിയിട്ട് ആ വരുന്ന സെന്റൻസുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മനസ്സിലാക്കണം. അതിന്റെ പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്നതാണോ അല്ലാത്തതാണോ എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അത്രയും രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. പ്രിൻസിപ്പിൾ നോക്കി. ഫസ്റ്റ് പോയിന്റ്, ദി ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. എന്താ, ആരോഗ്യകരമായിട്ടുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസികള് ഓരോ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലെ, നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പീരിയോഡിക്കലി ആനുകാലികമായിട്ട് പബ്ലിഷ് ചെയ്യുന്നവയാണ് നാഷണൽ ഹെൽത്ത് പോളിസികൾ അല്ലെങ്കിൽ ആരോഗ്യ നയങ്ങൾ എന്ന് പറയുന്നത്. അല്ലെ, ഇത് പ്രധാനമായിട്ടും അതിന്റെ ലക്ഷ്യം, ഇങ്ങനെയുള്ള ഹെൽത്ത് പോളിസികൾ കൊണ്ടുവരുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? എന്താണ് ആരോഗ്യ നയങ്ങൾ കൊണ്ടുവരുന്നതിന്റെ പ്രധാന ലക്ഷ്യം? അപ്പൊ അതിനുള്ളിൽ ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതെന്തിനാ? നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും ഇംപ്രൂവ് ചെയ്യുക, അല്ലെ, മെച്ചപ്പെടുത്തുക ഇതിനു വേണ്ടിയാണ്. അല്ലെ, അപ്പൊ അങ്ങനെ മെച്ചപ്പെടുത്തണമെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ, അല്ലെ, അവർക്ക് താങ്ങാവുന്ന ചിലവില് നല്ല ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കണം. അല്ലെ, അതിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? ഓരോ ജനങ്ങളുടെയും ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പോളിസികൾ അല്ലെങ്കിൽ ആരോഗ്യ നയങ്ങളാണ് നാഷണൽ ഹെൽത്ത് പോളിസികൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നാഷണൽ ഹെൽത്ത് പോളിസികൾ ഓരോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലും നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ഒന്നാമതായി പറഞ്ഞ പ്രിൻസിപ്പിള്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത്, ഇങ്ങനെയുള്ള നാഷണൽ ഹെൽത്ത് പോളിസികള് അവിടെ നടപ്പിലാക്കണമെങ്കിൽ അതിനാരാവശ്യമാണ്? ഒരു നല്ല മികച്ച ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ആവശ്യമാണ്. അല്ലെ, അപ്പൊ ആ ഒരു ഹെൽത്ത് പോളിസികൾ അവിടെ നടപ്പിലാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന, അല്ലെ, മികച്ച രീതിയിൽ അത് നടപ്പിലാക്കണമെങ്കിൽ അവിടെ മികച്ചതായിട്ടുള്ള ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. അത് രൂപപ്പെടുത്തുക എന്നുള്ളതിലൂടെ അങ്ങനെ ഒരു സ്ട്രക്ചർ രൂപപ്പെടുത്തി അങ്ങനെയുള്ള ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നിയമിച്ച് അവരിലൂടെയാണ് ഈ ഹെൽത്ത് പോളിസികൾ ഓരോ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കിയത്. അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞത്. ഈ 2 പോയിന്റും ക്ലിയർ ആണോ? ഓക്കെ. Then third one നോക്കിയേ. There should be integration of preventive and curative services at all administrative levels. എല്ലാ ഭരണതലങ്ങളിലും. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് കിട്ടുന്ന സർവീസുകൾ അല്ലെങ്കിൽ ഫെസിലിറ്റികളിലൂടെ നമുക്ക് എപ്പോഴും രോഗപ്രതിരോധം അല്ലെങ്കിൽ രോഗശമനമാണ് വേണ്ടത്. അല്ലെ, അപ്പൊ അവിടെ നിന്ന് നൽകുന്ന സർവീസുകൾ എങ്ങനെയുള്ളതായിരിക്കണം? ഇന്റഗ്രേഷൻ ഓഫ് പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസുകളായിരിക്കണം. പ്രതിരോധാത്മകവും അതുപോലെ രോഗശമനവും നൽകുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് ഈ 2 രീതികളും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സംയോജിച്ചുകൊണ്ടുള്ള സേവനങ്ങളായിരിക്കണം നൽകേണ്ടത്. Then fourth one പറഞ്ഞാ, there should be centralized directions and decentralized action. എന്ന് വെച്ചാൽ എന്താണ് സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാല്? അവിടെ ഏറ്റവും കേന്ദ്രീകൃതമായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അല്ലെ, അപ്പൊ ആ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അവര് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? ആ ഒരു സ്ഥാപനത്തിലെ മറ്റു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അല്ലെ, അപ്പൊ മറ്റു പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒന്നിൽ മാത്രം
കേന്ദ്രീകരിച്ചാവരുത്. പ്രവർത്തനങ്ങൾ വിവിധ ഇടങ്ങളിലായിരുന്നു, വിവിധ മേഖലകളിലായിട്ടാണ്, പല പല സർവീസുകളായിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ അത് ഒരിക്കലും ഒന്നിൽ കേന്ദ്രീകരിക്കാതെ ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻസ് ആയിരിക്കണം. എന്താണ്? സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ കൊടുക്കേണ്ടത് ഒരു ഒറ്റ കേന്ദ്രത്തിൽ നിന്നും അതിൽ നിന്ന് കിട്ടുന്ന ഈ ഡയറക്ഷൻസ് വഴി നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കണം. ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. അതെ, ഡീസെൻട്രലൈസ്ഡ് എന്ന കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അവിടെ നടക്കേണ്ടത്. അപ്പൊ ഒരു മെയിൻ ആയിട്ട് ഒരു കേന്ദ്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് കിട്ടുന്ന ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ, അത് ഒറ്റ പ്രവർത്തനം മാത്രമല്ലല്ലോ അവിടെ നടക്കുന്ന, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. Okay, next, plant health program should be based on priority must meet the health requirements of people. അതുപോലെ ജനങ്ങളുടെ ആരോഗ്യപരമായ ആവശ്യകതകൾ അല്ലെ, ആവശ്യകതകൾ എന്താണ്, ഓരോ ജനങ്ങളുടെയും ആരോഗ്യപരമായ ആവശ്യകതകൾ മനസ്സിലാക്കി അതിൽ മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം ഓരോ ഹെൽത്ത് പ്രോഗ്രാമുകളും പ്ലാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ബേസിക് ഹെൽത്ത് സർവീസസ്, അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ ജനങ്ങൾക്ക് അവൈലബിൾ ആക്കി നൽകുക അല്ലെ, ലഭ്യമാക്കുന്നുണ്ടോ, അത് അവർക്ക് അക്സസിബിൾ ആണോ, അതിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ, അതുപോലെ അത് അവർക്ക് അക്സെപ്റ്റബിൾ ആണോ, എന്താണ് അവർക്ക് അതിലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിലെ സ്വീകാര്യമാണോ, ഈ പറയുന്ന ബേസിക് ഹെൽത്ത് സർവീസുകൾ അവർക്ക് ലഭ്യമാകുന്നുണ്ടോ, അവർക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ, അവർക്ക് സ്വീകാര്യമാണോ എന്ന കാര്യങ്ങൾ കൂടി അഫേം ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്രയും പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. ഈ 6 എണ്ണം ഓക്കെ അല്ലേ? Okay, then next നോക്കിയേ, health consciousness should be encouraged through health education and by providing opportunities for participation of people in the health program. ഇനി എന്താ? ഹെൽത്ത് എഡ്യൂക്കേഷൻസ് അല്ലെ, ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ എന്ത് പ്രോത്സാഹിപ്പിക്കണം എന്നാ പറയുന്നേ? ഹെൽത്ത് കോൺഷ്യസ്നെസ്. എന്താ ഹെൽത്ത് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ? ആരോഗ്യ അവബോധം അല്ലെ. നമ്മുടെ ഹെൽത്ത് പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ എന്താണ് ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻസിലൂടെ അവർക്ക് ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു അവബോധം എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ആൻഡ് ബൈ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ ഹെൽത്ത് പ്രോഗ്രാം. അതുപോലെ തന്നെ ഈ ഹെൽത്ത് പ്രോഗ്രാമുകളിൽ ഈ പറയുന്ന ഓരോ ആളുകൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ പങ്കാളികളാവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങളും നൽകും. ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രോഗ്രാമുകളിൽ അവരെ പങ്കാളികളാക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നതിലൂടെയൊക്കെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അവബോധം, ആരോഗ്യത്തെ കുറിച്ചൊരു അവബോധവും അതിനെക്കുറിച്ച് നല്ല ഒരു അറിവും ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. Then doctors have to be trained to act as social physicians as well as to promote healthy living for people. ഇനി എന്താ? ഓരോ ഡോക്ടേഴ്സിനും എന്ത് ചെയ്യണം? have to be trained, അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകണം. to act as social physicians, സൊസൈറ്റിയുമായി മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഫിസിഷ്യൻ ആയിട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ ട്രെയിനിങ്ങുകൾ ഡോക്ടേഴ്സിന് നൽകണം. and as well as to promote healthy living for people, അതുപോലെ ജനങ്ങളുടെ നല്ല ആരോഗ്യകരമായ ജീവിതത്തെ പ്രൊമോട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് പ്രവർത്തിക്കുന്നതിനും അവിടെയുള്ള ഓരോ ഡോക്ടേഴ്സിനും എന്ത് ചെയ്യണം? പരിശീലനങ്ങൾ നൽകണം. 2 പോയിന്റ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞാ ഹെൽത്ത് കോൺഷ്യസ്നെസ് ഷുഡ് ബി എൻകറേജ്ഡ് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ബൈ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ ഹെൽത്ത് പ്രോഗ്രാം. അപ്പൊ ആരോഗ്യ പ്രോഗ്രാമുകളിലൂടെ അവരെന്ത് ചെയ്യുക? ജനങ്ങളെ പങ്കെടുപ്പിക്കുക അല്ലെ, പാർട്ടിസിപ്പേഷൻ, പങ്കാളികളാക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നൽകുക. അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യുക? നൽകുന്നതിലൂടെ അവർക്ക് ആ ഒരു ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അവബോധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. രണ്ടാമതായി പറഞ്ഞത് ഡോക്ടേഴ്സിന് മതിയായ പരിശീലനങ്ങൾ നൽകുക. ഇതിനു വേണ്ടിയാ? നല്ല ആരോഗ്യകരമായ ജീവിതം, ആളുകളുടെ ആരോഗ്യകരമായ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഒരു ഫിസിഷ്യനായിട്ട്, സോഷ്യൽ ഫിസിഷ്യനായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഡോക്ടേഴ്സിന് പരിശീലനങ്ങൾ നൽകുക.
Then next നോക്കിയേ, nursing personnel and other associated health personnel should provide community oriented education. ഇനി അവിടെയുള്ള നഴ്സിംഗ് ജീവനക്കാർക്ക് അല്ലെ, നഴ്സിംഗ് ജീവനക്കാർക്കും മറ്റ് ആരോഗ്യ ജീവനക്കാർക്കും should provide community oriented education ആണ് നൽകേണ്ടത്. സമൂഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുക. ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോവാം, കമ്മ്യൂണിറ്റിയുടെ ആരോഗ്യം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം, അതുമായി ബന്ധപ്പെട്ടുള്ള സമൂഹാധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് ഒരു നഴ്സിംഗ് ജീവനക്കാർക്കും അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ജീവനക്കാർക്കും നൽകേണ്ടത്. Then new categories of health personnel are provided training to provide proper service to people. അതുപോലെ ഓരോ ജനങ്ങൾക്കും ശരിയായ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി പുതിയ വിഭാഗത്തിൽ വരുന്ന, അതായത് പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഹെൽത്ത് പേഴ്സണൽസിന് എന്ത് ചെയ്യണം, ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിലൂടെ അവിടെ വരുന്ന ഓരോ വ്യക്തികൾക്കും ശരിയായ സർവീസുകൾ ലഭ്യമാക്കുക. നല്ല ശരിയായ സർവീസുകൾ ഈ പുതിയ ജീവനക്കാർക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് അതിൽ ആവശ്യമായ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ ലഭ്യമായിരിക്കണം അല്ലെ. Then all the nurses, all the systems of medicine should be promoted to provide decent health care to people. ഇനി മാന്യമായ ആരോഗ്യ പരിചരണം ഓരോ ജനങ്ങൾക്കും കിട്ടുന്നതിന് വേണ്ടി all the systems of medicine, എല്ലാ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള എല്ലാ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പോ എന്താണ് ഇത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞത്? നഴ്സിംഗ് പേഴ്സണൽ എന്ന് പറയുന്നവർക്കും അതുപോലെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് പേഴ്സണൽസിനും ആരോഗ്യ വിദഗ്ധർക്കും എന്ത് ചെയ്യണം, ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ, എന്താണ് ഒരു കമ്മ്യൂണിറ്റി, സമൂഹാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസമായിരിക്കണം നൽകേണ്ടത്. അപ്പൊ അതിലൂടെ അവർക്ക് നല്ല രീതിയിലുള്ള കെയറും നല്ല ക്വാളിറ്റി കെയറും സർവീസുകളും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ പുതിയ കാറ്റഗറിയിൽ, അതായത് പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ജീവനക്കാര് ശരിയായ രീതിയിലുള്ള സേവനങ്ങള് ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള പരിശീലനങ്ങള് നൽകുകയും വേണം. അതുപോലെ നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? all the systems of medicine should be promoted to provide decent health care to people. അതുപോലെ ഒരു ഡീസന്റ് ആയിട്ട് അല്ലെങ്കിൽ മാന്യമായ ആരോഗ്യ പരിചരണം ആളുകൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി എല്ലാ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. Then last sentence utilize community resources and promote local participation in health program at the village level. ഇനി എന്താ, അവിടെ കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും and promote local participation in health program. ഒരു വില്ലേജ് ലെവൽ അല്ലെങ്കിൽ ഗ്രാമതലത്തില് ഹെൽത്ത് പ്രോഗ്രാമുകളിൽ ലോക്കൽ പാർട്ടിസിപ്പേഷൻ, എന്താണ് ലോക്കൽ പാർട്ടിസിപ്പേഷൻ, പ്രാദേശിക പങ്കാളിത്തം എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയുള്ള വില്ലേജ് ലെവലിൽ വരെയും ഇറങ്ങി നമ്മൾ ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് അതിലെ പങ്കാളിത്തം, അതിന്റെ പാർട്ടിസിപ്പേഷൻ അല്ലെ, ലോക്കലായിട്ടുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കൂട്ടാനും അതുവഴി നമുക്ക് അവിടുത്തെ കമ്മ്യൂണിറ്റി സർവീസുകൾ, റിസോഴ്സുകൾ, കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി അവർക്കത് പ്രയോജനകരമാവുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനും അവർക്ക് ഇങ്ങനെയുള്ള ആരോഗ്യകരമായ മേഖലകളെ കുറിച്ച് അറിവുകൾ വർദ്ധിപ്പിക്കാനും ഈ പറയുന്ന പ്രോഗ്രാമുകളിലൂടെ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വഴി സാധിക്കുന്നത്. ലാസ്റ്റ് വരുന്നതാണ് there should be provision for staff development programs. അവിടെയുള്ള ഓരോ ജീവനക്കാരുടെയും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളൊരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് രണ്ട് സെന്റൻസ് എന്താ പറയുക? യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ, കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ ഒരു ഗ്രാമതലത്തില് ഹെൽത്ത് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനായിട്ടില്ല അവരുടെ ആരുടെ പങ്കാളിത്തമാണ് ഉറപ്പാക്കേണ്ടത്? പ്രാദേശിക പങ്കാളിത്തം. ഇവിടെ ലോക്കൽ ആയിട്ടുള്ള ആളുകളുടെ, പ്രാദേശിക ആളുകളുടെ പങ്കാളിത്തം എന്താ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അവർക്ക് അതിലുള്ള ആ ഒരു ആരോഗ്യകരമായ മേഖലയിലുള്ള ആ ഒരു അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സ്റ്റാഫ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ കൂടി ഉണ്ടായിരിക്കണം. വേഗം ഒന്ന് ആ ഒരു പ്രിൻസിപ്പിൾസ് ഒന്ന് വായിച്ചു നോക്കിയേ. അത്രയും പോയിന്റ്സ് വേഗം ഒന്ന് വായിച്ചിട്ട് ഡൗട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് എന്തെങ്കിലും ഒന്ന് പറയാം കേട്ടോ.
ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, പ്രിൻസിപ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ലക്ഷ്യങ്ങൾ അല്ലെ. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ, അത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഒബ്ജക്റ്റീവ്സ് അങ്ങനെ ഹാർഡ് ചെയ്ത് പഠിക്കൊന്നും വേണ്ട. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, ഇത്രയും നാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടില്ല. കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു 14 ഒബ്ജക്റ്റീവ്സ് നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ ഒരുപാട് വലിയ വലിയ കുറച്ച് ലെങ്തി സെന്റൻസുകളായിട്ടാണ് വരുന്നത്. ജസ്റ്റ് അതിന്റെ മീനിങ് എന്താണ്, ആ ഒരു സെന്റൻസ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനുള്ളിൽ ഒരുപാട് എന്താ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് അതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു മീനിങ്ങുകൾ അല്ലെങ്കിൽ എന്താണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ among all sections of people. എന്താ, എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്, ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ among all sections of people. എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവബോധം എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമതായി പറയുന്നത് ടു പ്രൊമോട്ട് അവയർനെസ് among functionaries included in health and hospital management. Health and hospital managementൽ ഉൾപ്പെട്ടിട്ടുള്ള ഫങ്ഷണറീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫങ്ഷൻ, അവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ആരാണ്? അവിടുത്തെ ഉദ്യോഗസ്ഥര് അല്ലെ, അവിടുത്തെ ജീവനക്കാര്. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിലും ഇതുപോലെയുള്ള അവബോധം വളർത്തിയെടുക്കുക. ദെൻ മൂന്നാമതായി പറയുന്നത് ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് health and hospital management to make better the efficiency of healthcare delivery system. To encourage research in the field of health and hospital management. Health and hospital management മേഖലകളില് റിസർച്ചുകളിലും ഗവേഷണങ്ങൾ എൻകറേജ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയാണ് അവിടെ റിസർച്ചുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്? ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ആരോഗ്യ പരിചരണ വിതരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസ് വളരെ കാര്യക്ഷമമായി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത്, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലെ റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ എൻകറേജ് ചെയ്യേണ്ടത്, പ്രോത്സാഹിപ്പിക്കേണ്ടത്. Then fourth പറയുന്നത് നോക്കിയേ, ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. നല്ല ഉയർന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങള്, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറുകള് മുതലായവ ഡെവലപ്പ് ചെയ്യാൻ വികസിപ്പിക്കുന്നതിനായിട്ട് പ്രോത്സാഹനങ്ങൾ നൽകുക. ലാസ്റ്റ് നെക്സ്റ്റ് ഫിഫ്ത്ത് നോക്കിയേ, ടു എൻകറേജ് എ മീറ്റിംഗ് to exchange ideas and information among health and hospital planners, academicians, administrators, different statutory bodies and the public for the improvement of hospital and health care delivery systems. എന്താണ്, ആരൊക്കെ തമ്മിലുള്ള ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. ടു എൻകറേജ് എ മീറ്റിംഗ്, അവിടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയാണ് അവിടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സിനിടയില്, അതുപോലെ അക്കാഡമിഷ്യൻസിനിടയില്, അഡ്മിനിസ്ട്രേറ്റേഴ്സിനിടയില്, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് നിയമപരമായ സ്ഥാപനങ്ങൾക്കിടയില്, പബ്ലിക്കിനിടയില് മുതലായവരുടെ ഇടയില് എന്ത് ചെയ്യണം, അവരുടെ ഐഡിയാസും ഇൻഫർമേഷൻസും എക്സ്ചേഞ്ച് ചെയ്യാൻ, കൈമാറ്റം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകള് എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എന്തിനാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ വെച്ച് ഇവരെ ഐഡിയാസും ഇൻഫർമേഷനും എക്സ്ചേഞ്ച് ചെയ്യുന്നത്?
for the improvement of hospital and healthcare delivery system. ഹോസ്പിറ്റലിന്റെയും ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെയും ഇംപ്രൂവ്മെന്റിനെയും മെച്ചപ്പെടുത്തലുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആളുകളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നത്, അവർ ഐഡിയാസും അവരുടേതായ ഇൻഫർമേഷൻസും കാര്യങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിൽ, മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലും അതുപോലെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിനെയും ഈ മെച്ചപ്പെടുത്താനായിട്ട് അവിടെ കുറേയധികം മാറ്റങ്ങൾ ഇവരുടെ ആ ഒരു ആശയങ്ങളിൽ നിന്നും ഇൻഫർമേഷൻസിൽ നിന്നും പല മാറ്റങ്ങളും ഇംപ്രൂവ്മെന്റ്സും നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അതിനെ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. ആദ്യത്തെ 5 പോയിന്റ്സ് നിങ്ങളൊന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്, ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ അമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമതായി പറഞ്ഞത് ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ എന്ത് ചെയ്യണം, ഇതുപോലുള്ള ഒരു അവബോധം വളർത്തിയെടുക്കുക. മൂന്നാമതായി പറഞ്ഞത് ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നല്ല ഫലപ്രദമായ മെച്ചപ്പെട്ട ഒരു ആരോഗ്യ പരിചരണ വിതരണ സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം വ്യക്തമാക്കുന്നതിന് വേണ്ടി, മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലെ റിസർച്ചുകളെ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ദെൻ ഫോർത്ത് നമ്മൾ എന്താ പറഞ്ഞത്, ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. ഉയർന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങള്, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറുകള് മുതലായവയുടെ ഡെവലപ്മെന്റിന് വികസനം പ്രോത്സാഹിപ്പിക്കുക. അഞ്ചാമതായി പറഞ്ഞ ഒബ്ജക്റ്റീവ് ആണ് ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ എമംഗ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്. ആരുടെ ഇടയിലാണ്, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സിനിടയില്, അക്കാഡമിഷ്യൻസിനിടയില്, അഡ്മിനിസ്ട്രേറ്റേഴ്സിനിടയില്, നിയമപരമായ മറ്റ് സ്ഥാപനങ്ങൾക്കിടയിൽ, പബ്ലിക്കിനിടയിലൊക്കെ അവരുടെ ആശയങ്ങളും അവരുടെ ഇൻഫർമേഷൻസും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുക. അതെന്തിനാണ് അങ്ങനെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റങ്ങളുടെ ഇംപ്രൂവ്മെന്റിൽ മെച്ചപ്പെടുത്തൽ നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. കിട്ടിയോ? 5 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഒരു 5 നമുക്ക് ഒരു 5 വീതം അങ്ങോട്ട് പോവാം കേട്ടോ. 14 ഉണ്ട് മൊത്തം. ഒരു 5 വീതം പോവാണെങ്കിൽ നമുക്ക് വേഗം അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നോക്കി ഫസ്റ്റ് to evolve norms and standards for accreditation of the healthcare organization and adopt means of evaluation of such institutions to increase the quality of healthcare in the community. എന്താണ്? To evolve norms and standards for accreditation of healthcare organization. ആരോഗ്യ പരിചരണ സംഘടനകളുടെ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റാൻഡേർഡ്സ് അല്ലെ, മാനദണ്ഡങ്ങള്, നോംസ്, എന്താ പെരുമാറ്റച്ചട്ടങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇവോൾവ് ചെയ്യുക അല്ലെങ്കിൽ രൂപീകരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വികസിപ്പിക്കുക. അപ്പൊ അവിടെ എപ്പോഴും ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടാണ്, അംഗീകാരത്തിനായിട്ട് അവിടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങള്, നോംസ്, എന്താ പെരുമാറ്റച്ചട്ടങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ വികസിപ്പിക്കുക. ആൻഡ് അഡോപ്റ്റ് മീൻസ് of evaluation of such institutions. ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ വിലയിരുത്തുന്നതിനായിട്ട് പല വഴികളും എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക. ആൻഡ് ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സും നോംസും വികസിപ്പിക്കുന്നതിലൂടെ അവിടെ കൊടുക്കുന്ന ആരോഗ്യ പരിചരണം, കമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണത്തെ വർദ്ധിപ്പിക്കുക ചെയ്യുക. എന്താ ഒരു സെന്റൻസ് പറഞ്ഞത്, ടു ഇവോൾവ്. ജസ്റ്റ് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കറിയാം അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം കിട്ടണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സും നോംസും അല്ലെ, നോംസ് എന്ന് പറയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടങ്ങളും വികസിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വികസിപ്പിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ വികസിപ്പിച്ചാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് വിലയിരുത്തുന്നതിനായി പുതിയ പുതിയ വഴികൾ സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ
ചെയ്യാൻ പറ്റും? ആ ഒരു കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയറുകളെ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഗുണനിലവാരത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ ആ സെന്റൻസ്? മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി വരുന്ന ഇച്ചിരി ലെങ്തി സെന്റൻസുകളാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ. ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻ ഓൾ സൈഡ്സ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ ഹോസ്പിറ്റൽ സർവീസുകള്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ എല്ലാ മേഖലകളിലും അല്ലെ മുതലായ എല്ലാ മേഖലകളിലെയും എല്ലാ വശങ്ങളിലുമുള്ള ട്രെയിനിങ്ങുകളും റിസർച്ചുകളും നടത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എന്താ പറഞ്ഞേ? ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻ ഓൾ സൈഡ്സ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് കെയർ സർവീസുകള്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മുതലായ എല്ലാ മേഖലകളുടെയും എല്ലാ വശങ്ങളിലുമുള്ള ട്രെയിനിങ്ങുകളും റിസർച്ചുകളും നടത്താനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ സെന്റൻസ്? മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ. ടു റിനോവേറ്റ് the knowledge and skill of health and hospital administrators and other personnel included in the management of healthcare organizations by way of continuous education and research. ഇനി എന്താ? ടു റിനോവേറ്റ് ചെയ്യുക. എന്താണ് റിനോവേറ്റ് ചെയ്യുക? നവീകരിക്കുക അല്ലെ? the knowledge and skill of health and hospital administrators, health and hospital administratorsന്റെ അതുപോലെ അവിടെയുള്ള മറ്റ് പേഴ്സണൽസ്, മറ്റ് ജീവനക്കാരുടെയും in the management of healthcare organizations, healthcare organizationsന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും മറ്റ് ജീവനക്കാരുടെയും നോളജും സ്കില്ലും, അറിവും വൈദഗ്ധ്യവും എന്ത് ചെയ്യുക? നവീകരിക്കുക. എന്തിലൂടെ നവീകരിക്കാൻ പറ്റും? ബൈ വേ ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, തുടർച്ചയായ ഗവേഷണങ്ങളിലൂടെയും തുടർച്ചയായവർക്കുള്ള വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്നതിലൂടെയും ഹെൽത്ത് മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മറ്റു ജീവനക്കാരുടെയും അറിവും സ്കില്ലും എന്ത് ചെയ്യണം? റിനോവേറ്റ് ചെയ്യുക, നവീകരിക്കുക. മനസ്സിലായോ? എന്താണ് അവിടെ ജസ്റ്റ് ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. തുടർച്ചയായിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചുകളിലൂടെ അവിടെയുള്ള ജീവനക്കാർക്ക് എന്താണ്? ആ ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും മറ്റ് ജീവനക്കാരും അല്ലെ? അപ്പൊ അവരുടെ നോളജും സ്കില്ലും എങ്ങനെയാണ് നമുക്ക് നവീകരിക്കാൻ പറ്റുന്നത്? തുടർച്ചയായിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കണം, അവരുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നടത്തണം. അതിലൂടെയൊക്കെ അവരുടെ നോളജും സ്കില്ലും എന്ത് ചെയ്യാൻ പറ്റും? റിനോവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നവീകരിക്കാനായിട്ട് സാധിക്കും. കിട്ടിയോ? സെന്റൻസ് ക്ലിയർ ആയോ? ഓക്കെ. Then next is okay, to encourage and grant recognition to research in the field of health and hospital management and to accord awards, scholarship and assistance in other suitable forms to deserving individuals and institutions. ഇനി എന്താണ്? To encourage and grant recognition. എന്താണ് അവിടെ? encourage ചെയ്യുക, എന്താ? പ്രോത്സാഹിപ്പിക്കുക. grant recognition to research in the field of health and hospital management. health and hospital മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മേഖലകളിലെ ഗവേഷണങ്ങളെ, റിസർച്ചുകളെ എന്ത് ചെയ്യുക? അംഗീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും എന്ത് ചെയ്യുക? എൻകറേജ്മെന്റ് ചെയ്യുക എന്ന് പറയുന്നത്. ടു എൻകറേജ് ആൻഡ് ഗ്രാന്റ് റെക്കഗ്നിഷൻ. അപ്പൊ ആ ഒരു റിസർച്ച് ഏത് മേഖലയിലുള്ള റിസർച്ച് ആണ്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന മേഖലയിലെ റിസർച്ചുകൾ അല്ലെ? അവിടുത്തെ എന്താണ്? ഗവേഷണങ്ങളെ എൻകറേജ് ചെയ്യുക, അവരെ എന്ത് ചെയ്യുക? ഗവേഷണങ്ങളെ അവരുടെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. രണ്ടാമതായി പറയുന്നത് ആൻഡ് ടു അക്കോർഡ് അവാർഡ്സ്, അവാർഡുകൾ കൊടുക്കുക, സ്കോളർഷിപ്പുകൾ നൽകുക, ആൻഡ് അസിസ്റ്റൻസ്, സഹായങ്ങൾ ഇൻ അതർ സ്യൂട്ടബിൾ ഫോംസ് ഓഫ് ടു ഡിസർവിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഉചിതമായിട്ടുള്ള യോഗ്യതയുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് എന്ത് ചെയ്യുക? അവാർഡുകൾ കൊടുക്കുക, സ്കോളർഷിപ്പുകൾ കൊടുക്കുക, അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായങ്ങൾ നൽകുക.
നൽകുക. എന്താണ് ആ സെന്റൻസിൽ പറഞ്ഞത്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് അംഗീകാരം നൽകുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുക. രണ്ടാമതായി പറഞ്ഞത് എന്താണ്? ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള യോഗ്യതയുള്ള ഏറ്റവും അനുയോജ്യരായ ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കും അവാർഡുകൾ നൽകുക, സ്കോളർഷിപ്പുകൾ കൊടുക്കുക, അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായങ്ങൾ നൽകുക. ക്ലിയർ ആയോ? ആ സെന്റൻസ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, അതുകൂടി നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി അതൊന്ന് റിവൈൻഡ് ചെയ്യാം കേട്ടോ. Okay, to function as advisory or consultative body in the best interest of community and country to central and state governments, public sector undertaking, healthcare delivery organization, public health and health system development, teaching and training organization, and any other health related associated organization when needs or emerges or services are demanded for. എന്താണ്? ജസ്റ്റ് വലിയൊരു സെന്റൻസ് ആണ്. എന്താ? ജസ്റ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങള്, പബ്ലിക് സെക്ടർ അല്ലെ, പൊതുജനാരോഗ്യ സ്ഥാപനങ്ങള്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റ്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ആയിട്ടുള്ള ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസ്, അല്ലെങ്കിൽ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള അതും ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംഘടനകള് മുതലായവയുടെയൊക്കെ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ആവശ്യകതകൾ അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന സർവീസുകൾക്കനുസരിച്ച്, സർവീസ് ഡിമാൻഡ്, അവർ ആവശ്യപ്പെടുന്ന സർവീസുകൾക്കനുസരിച്ച് കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ബെസ്റ്റ് ഇൻട്രൻസ് അവരുടെ ഏറ്റവും മികച്ച താല്പര്യത്തിനനുസൃതമായി ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരായിട്ട് പ്രവർത്തിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അഡ്വൈസറി ഓഫ് കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട്, ഒരു ഉപദേശക സമിതി അല്ലെങ്കിൽ ഒരു ഉപദേശക ബോഡിയായിട്ട് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്രവർത്തിക്കണം. അതൊരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? ഈ പറയുന്ന എല്ലാ മേഖലയും നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ പറഞ്ഞു അല്ലെ. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ പറഞ്ഞു, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻസ് പറഞ്ഞു, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ട്രെയിനിങ് ആൻഡ് ടീച്ചിങ് ഓർഗനൈസേഷൻസ്, ഇനി അതർ ഹെൽത്ത് റിലേറ്റഡ് അസോസിയേറ്റഡ് ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ആവശ്യകതകൾക്കനുസരിച്ച്, ആ പറയുന്ന സ്ഥാപനങ്ങളുടെ ആവശ്യകതകൾക്കനുസരിച്ച് അല്ലെങ്കിൽ കൊടുക്കുന്ന സർവീസുകളുടെ ആവശ്യകതകൾക്കനുസരിച്ച് രാജ്യത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും മികച്ച താല്പര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യണം? ബെസ്റ്റ് ഇൻട്രസ്റ്റ്, അവരുടെ ഏറ്റവും മികച്ച താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു അഡ്വൈസറി ബോഡി അല്ലെങ്കിൽ ഒരു ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്. കിട്ടിയോ? ആ ഒരു സെന്റൻസ് എന്താന്നുള്ളത്? ഒരു 5 എണ്ണം നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്. വേഗം ആ ഒരു 5 എണ്ണം ഒന്ന് വായിച്ചു നോക്കിയേ. ആ ഒരു 5 എണ്ണം വേഗം ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. ഏത് പോയിന്റ് ആണ് കിട്ടാത്തത്? ഏത് പോയിന്റ് ആണ് കിട്ടാത്തത്? 5 എണ്ണവും പറയണോ? ജസ്റ്റ് വേഗം നമുക്ക് പറയാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനെ അംഗീകാരം കിട്ടുന്നതിനായിട്ട് അല്ലെ, അക്രഡിറ്റേഷൻ നൽകുന്നതിനായിട്ട് അവിടെ മാനദണ്ഡങ്ങളും അതുപോലെ പല നോംസ് അല്ലെ, നമ്മുടെ നിയമങ്ങളും അതുപോലെ പെരുമാറ്റച്ചട്ടങ്ങളും വികസിപ്പിക്കുകയും അതുപോലെ തന്നെ ഇത് വികസിപ്പിച്ചാൽ മാത്രമല്ല അത് എന്ത് ചെയ്യണം? ഇവാലുവേഷൻ നടത്തണം അല്ലെ. ആനുകാലികമായിട്ട് അത് വിലയിരുത്തുന്നതിനായിട്ട് പുതിയ വഴികൾ അഡോപ്റ്റ് ചെയ്യുക അല്ലെ, പുതിയ വഴികൾ സ്വീകരിക്കുകയും അതിലൂടെ കമ്മ്യൂണിറ്റി കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. രണ്ടാമതായി നമ്മൾ പറഞ്ഞ എന്താ? ഒരു ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ സർവീസുകള്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മുതലായ എല്ലാ മേഖലകളുടെയും എല്ലാ വശങ്ങളിലുമുള്ള ട്രെയിനിങ്ങുകൾ
പഠനങ്ങളും റിസർച്ചുകളിലും ചെയ്യാനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമതാണ് പറഞ്ഞത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഹോസ്പിറ്റലിലെ ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിലെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര്, അതുപോലെ മറ്റ് ജീവനക്കാര് മുതലായവർക്ക് തുടർച്ചയായി എഡ്യൂക്കേഷൻസും റിസർച്ചുകളും ഒക്കെ തുടർച്ചയായ എഡ്യൂക്കേഷൻസും റിസർച്ചിലൊക്കെ അവരെ ഭാഗമാക്കി അവരുടെ നോളജ് ആൻഡ് സ്കിൽ എന്ത് ചെയ്യുക, റിനോവേറ്റ് ചെയ്യുക, നവീകരിക്കുക. നെക്സ്റ്റ് എന്താ പറഞ്ഞേ, എൻകറേജ് ദ ഗ്രാൻഡ് റെക്കഗ്നിഷൻ ടു റിസർച്ച് ഇൻ ദ ഫീൽഡ്. അല്ലെ, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലെ റിസർച്ചുകൾക്കുള്ള അംഗീകാരങ്ങൾ നൽകുകയും പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുക. അതുകൂടാതെ ഏറ്റവും യോഗ്യരായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യരായിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് അവാർഡുകള്, സ്കോളർഷിപ്പുകള്, സഹായങ്ങള് നൽകുക. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരുപാട് സ്ഥാപനങ്ങൾ പറഞ്ഞു അല്ലെ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് പറഞ്ഞു, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റ്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻസ്, അതുപോലെ എന്താണ് മറ്റ് ആരോഗ്യപരമായിട്ടുള്ള സംഘടനകൾ അല്ലെ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സംഘടനകൾ, ഇവയുടെയൊക്കെ സ്ഥാപനങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ സർവീസുകളുടെ ഡിമാൻഡിനനുസരിച്ച്, ആവശ്യകതകൾക്ക് അനുസരിച്ച് എന്താ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും എന്താണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് താല്പര്യത്തിനനുസരിച്ച് ആര് അവിടെ അഡ്വൈസറി ബോഡിയായിട്ട് പ്രവർത്തിക്കണം എന്നാ പറഞ്ഞത്, ഒരു ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കേണ്ടത് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്. ഇത്രയുമാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? ആൻസർ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് എന്തിനൊന്ന് നോക്കിയേ നമ്മള്. നെക്സ്റ്റ് 4 എണ്ണേ ഉള്ളൂ. നോക്കിയേ, ടു ഹെൽപ് ടു പ്രിപ്പയർ SOPs. എന്താ SOPs എന്ന് പറഞ്ഞാല് അറിയോ? ഒന്ന് എഴുതി വെച്ച് തരട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഈ ഒരു ഭാഗത്തുനിന്ന് SOPsന്റെ എക്സ്പാൻഡഡ് ഫോം ഒരെണ്ണം ചോദിക്കാം കേട്ടോ. അത് ഒരെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ഒരെണ്ണം മാത്രം നിങ്ങൾ ഇതിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒബ്ജക്റ്റീവിന്റെ ഉള്ളിൽ വരുന്ന ഒരെണ്ണം മാത്രം കേട്ടോ. SOPs എന്താ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പൊ ഓരോ സ്ഥാപനങ്ങൾക്കും അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ അല്ലെ, പ്രവർത്തനവുമായി ഓപ്പറേറ്റിംഗ് പ്രവർത്തനങ്ങളുമായിട്ട് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ മാനുവൽസ്, ലിറ്ററേച്ചർ ആൻഡ് ബുക്സ് ഓൺ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. അപ്പൊ എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാ? ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റിൽ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ടു ഹെൽപ് ടു പ്രിപ്പയർ, തയ്യാറാക്കിയാണ് ചെയ്യുന്നത്. അതിനുള്ള സഹായങ്ങൾ ചെയ്യുക. എന്തൊക്കെ സഹായങ്ങളാണ്? SOPs, ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കാൻ സഹായിക്കുക. ആൻഡ് ദെൻ മാനുവൽസ് തയ്യാറാക്കാൻ സഹായിക്കുക. ലിറ്ററേച്ചർ, ബുക്കുകളൊക്കെ സഹായിക്കാൻ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ തയ്യാറാക്കാനായിട്ട് സഹായിക്കുക. അതുപോലെ ടെക്സ്റ്റ് ബുക്കുകൾ, എന്തുമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകള്, ലിറ്ററേച്ചറുകളാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയേ, ഹെൽത്ത് കെയർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടത്, ആൻഡ് ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടത്, ഹെൽത്ത് കെയർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടത്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടത്, ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ഫോർ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസ് ഫോർ ബെനിഫിറ്റ് ഓഫ് ദ സ്റ്റുഡൻസിന്റെയും അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിന്റെയും നേട്ടത്തിനായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ എന്താ ഓർഗനൈസേഷൻസ് ആൻഡ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ മേഖലകളെയും ബന്ധപ്പെട്ടിട്ടുള്ള SOPs എന്താ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രിപ്പയർ ചെയ്യണം, മാനുവൽസ് പ്രിപ്പയർ ചെയ്യണം, ലിറ്ററേച്ചർ, ബുക്കുകള്, ടെക്സ്റ്റ് ബുക്കുകള് മുതലായവയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്യുക. ക്ലിയർ ആണോ? ആ സെന്റൻസ് മീനിങ് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. Then next നോക്കിയേ, to tackle professional consultancy in the field of health system management,
quality and accreditation, health technology assessment, medical tourism, disaster management, healthcare delivery organization, public health facilities and services for overall improvement of the facilities. എന്താ ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രയോജനപ്പെടുത്തുക. ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തുക. നോക്കിയേ, പ്രൊഫഷണൽ കൺസൾട്ടൻസി ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ക്വാളിറ്റി അക്രഡിറ്റേഷൻ, health technology assessment, disaster management, medical tourism, healthcare delivery organization, public health facility and സർവീസുകൾ മുതലായവ ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ സംഘടനകളുടെയും ഓവറോൾ ഇംപ്രൂവ്മെന്റ്, മൊത്തത്തിലുള്ള മെച്ചപ്പെടുത്തലുകൾ, അവിടുത്തെ സൗകര്യങ്ങൾ, അവർ കൊടുക്കുന്ന മൊത്തത്തിലുള്ള സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസിയെ പ്രയോജനപ്പെടുത്തുക. എന്താണ് ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസി എന്താണ്? തൊഴിൽപരമായിട്ടുള്ള ഒരു വിദഗ്ധ അഭിപ്രായം, അല്ലെ? അപ്പൊ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും അവിടെ കൊടുക്കുന്ന സർവീസുകളുടെ മൊത്തത്തിലുള്ള ഇംപ്രൂവ്മെന്റ് എന്ത് ചെയ്യുക? മെച്ചപ്പെടുത്തുക. ഒരു നല്ല പ്രൊഫഷണൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ നല്ല തൊഴിൽപരമായ ഒരു വിദഗ്ധ പരിശോധനകളിൽ വിദഗ്ധ അഭിപ്രായങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരിങ്ങനെയുള്ള ഈ പറയുന്ന ഇപ്പോൾ ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ് മേഖലയായിക്കോട്ടെ, ക്വാളിറ്റി അക്രഡിറ്റേഷൻ മേഖലയായിക്കോട്ടെ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ് മേഖലയായിക്കോട്ടെ, മെഡിക്കൽ ടൂറിസം മേഖലയായിക്കോട്ടെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേഖലയായിക്കോട്ടെ, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി സർവീസുകൾ മുതലായ എല്ലാ മേഖലകളെയും മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റികളും സൗകര്യങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കൺസൾട്ടൻസീസ് പ്രയോജനപ്പെടുത്തുന്നതിലൂടെ സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കി, ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ്സ് competition on different parameters to bring competitiveness for enhancing healthcare quality and training. In the hospital, hospital അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ ഉള്ളില് എന്ത് ചെയ്യുക? അവാർഡ് കോമ്പറ്റീഷനുകൾ കണ്ടക്ട് ചെയ്യുക. ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, വിവിധ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വിവിധ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യുക? നല്ല ഹെൽത്ത് കെയർ ക്വാളിറ്റി എൻഹാൻസിങ്. ഇതിനു വേണ്ടി അങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് നടത്തുന്നത് ആരോഗ്യ പരിചരണത്തിന് ഗുണനിലവാരവും പരിശീലനവും മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് നല്ല രീതിയിലുള്ള വിവിധ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വിവിധ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അവാർഡ് കോമ്പറ്റീഷനുകൾ ഹോസ്പിറ്റലിനകത്ത് അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുക. ലാസ്റ്റ് പറയുന്നത്, to realize and make facility to the individual who have made extraordinary and significant contributions in the field of health and hospital management in general and to the academy in particular. Health and hospital management in general എന്ന് പറയുന്ന പൊതുവായിട്ട് അല്ലെങ്കിൽ അക്കാഡമിയിൽ ഒരു പ്രത്യേകമായിട്ട് ഈ പറയുന്ന മേഖലകളിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി അതിലൊരു ഒരു വളരെ പ്രയോജനകരമായിട്ടുള്ള അസാധ്യമായിട്ടുള്ളതും ശ്രദ്ധേയമായിട്ടുമുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവിടെ സംഭാവനകൾ നൽകിയ വ്യക്തികളെ എന്ത് ചെയ്യുക? റിയലൈസ് ചെയ്യുക, തിരിച്ചറിയുകയും അവർക്ക് അത് നൽകാനുള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. ടു റിയലൈസ് ആൻഡ് മേക്ക് ഫെസിലിറ്റി ടു ദ ഇൻഡിവിജ്വൽസ്. എങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെയാണ് റിയലൈസ് ചെയ്ത് തിരിച്ചറിയേണ്ടതും അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും? എങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെയാണ്? ഈ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിൽ നല്ല രീതിയിലുള്ള എക്സ്ട്രാ ഓർഡിനറി അസാധ്യമായിട്ടുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിയുകയും അവർക്ക് അതിനാവശ്യമായ ഫെസിലിറ്റികളിൽ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. ലാസ്റ്റ് 4 നമുക്ക് ഒന്നുകൂടി വേഗം നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ടു ഹെൽപ് ടു പ്രിപ്പയർ SOPs, അതുപോലെ മാനുവൽസ്, ലിറ്ററേച്ചർ, ബുക്സ്, ടെക്സ്റ്റ് ബുക്കുകൾ മുതലായവയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക, സഹായങ്ങൾ നൽകുക. ഏതൊക്കെ മേഖലയിലുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള ബുക്ക്, മാനുവൽസ്, ലിറ്ററേച്ചർ ഒക്കെ തയ്യാറാക്കേണ്ടത്? ഹെൽത്ത് കെയർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, അതുപോലെ
ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട്, ടെക്സ്റ്റ് ബുക്ക് ഫോർ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസ് ഫോർ ബെനിഫിറ്റ്സ് ഓഫ് ദ സ്റ്റുഡൻസിന്റെയും ഫാക്കൽറ്റികളുടെയും ബെനിഫിറ്റ് അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുതലായവയ്ക്ക് വേണ്ടിയിട്ട് SOPSകൾ, മാനുവല്, ലിറ്ററേച്ചർ ആൻഡ് ടെക്സ്റ്റ് ബുക്കുകൾ മുതലായവ പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ തയ്യാറാക്കാനുള്ള സഹായങ്ങൾ നൽകുക. ആ സെന്റൻസ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആ ഒരു പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. Then next നോക്കി, to tackle professional consultancy, എന്താ ഒരു തൊഴിൽപരമായ ഒരു വിദഗ്ധ എന്താണ് ഉപദേശം അല്ലെ, ഒരു വിദഗ്ധ അഭിപ്രായങ്ങൾ പ്രയോജനപ്പെടുത്തുക. എന്തിനു വേണ്ടിയാണ്? ഈ പറയുന്ന ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ് മേഖലയിലായിക്കോട്ടെ, ക്വാളിറ്റി അക്രഡിറ്റേഷൻ മേഖലയിലായിക്കോട്ടെ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റികൾ, സർവീസുകൾ മുതലായ എല്ലാ മേഖലകളിലെയും എന്താ നല്ല രീതിയിൽ അതിന്റെ മൊത്തത്തിൽ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റി, അവർ നൽകുന്ന സൗകര്യങ്ങളുടെ മൊത്തത്തിലുള്ള മെച്ചപ്പെടുത്തലുകൾ നൽകുന്നതിന് വേണ്ടി ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസിയിലും തൊഴിൽപരമായ ഒരു വിദഗ്ധ അഭിപ്രായങ്ങൾ, ടാക്ട് എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തുക കേട്ടോ, വിദഗ്ധ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുന്നത് വഴി നമുക്ക് ആ ഒരു ഓവറോൾ എന്താണ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റീസ്, അവർ കൊടുക്കുന്ന സേവനങ്ങളുടെ അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ ഓവറോൾ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലുകൾ നൽകാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനിടയിൽ എന്ത് ചെയ്യുക, അവാർഡ് കോമ്പറ്റീഷൻ നൽകാം. എന്താണ് വ്യത്യസ്തമായ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവാർഡ് കോമ്പറ്റീഷൻസ് വയ്ക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് ട്രെയിനിങ്, ആരോഗ്യകരമായ ഗുണനിലവാരവും പരിശീലനങ്ങളും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ലാസ്റ്റ് പറഞ്ഞത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അതിൽ പൊതുവായിട്ടും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടും ഈ ഒരു മേഖലകളിൽ വളരെ അസാധാരണമായിട്ടുള്ള ഈ ശ്രദ്ധേയമായ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ എന്താണ് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിയുകയും അവർക്ക് അതിനാവശ്യമായ സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുക. ക്ലിയർ ആണോ? വേഗം 4 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി. ലാസ്റ്റ് പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കി വേഗം. ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടോ നോക്കി. PS-ന്റെ എക്സ്പാൻഡഡ് ഫോം മാത്രം ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് മാത്രം ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതിയേ. ഓക്കെ ആണോ? ഒബ്ജക്റ്റീവ്സ് Standard Operating Procedures, SOPs, Standard Operating Procedures. Clear ആണോ? ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ്സും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ സ്വാധീനം അല്ലെ, നമ്മുടെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ സ്വാധീനം മെഷർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡെത്ത് റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, കേട്ടിട്ടുണ്ടോ? അതൊക്കെ പേരുകള് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ഡെത്ത് റേറ്റ് എന്നൊന്നും കേട്ടിട്ടില്ലേ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നൊന്നും കേട്ടിട്ടില്ലേ? ഇല്ല. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചവരുണ്ട് അവിടെ? അതെ, മരണനിരക്ക് അല്ലെ, ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പൊ നമ്മൾ കോവിഡ് സമയത്ത്, ജസ്റ്റ് മിസ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. കോവിഡ് സമയത്ത് ഒരുപാട് പേര് നമ്മൾ നിർബന്ധമായിട്ടും വാക്സിനുകൾ സ്വീകരിച്ചിരുന്നു അല്ലെ. ആ വാക്സിനുകൾ സ്വീകരിച്ചവരുടെ ആ ഒരു റേറ്റ് കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന്
എത്ര ആളുകള് ഈ പോപ്പുലേഷനില് എത്ര ആളുകള് എന്ത് ചെയ്തു ഇവിടെ റേറ്റ് എടുക്കണം, അല്ലെങ്കിൽ പെർസെന്റേജ് എത്ര പേര് വാക്സിൻ എടുത്തു എന്നുള്ളത് അറിയാൻ പറ്റില്ലേ? അപ്പൊ നമ്മുടെ ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് അല്ലെ, അവിടെ കോവിഡ് ബാധിച്ചവർക്ക് എത്ര പേർക്ക് ഇങ്ങനെയുള്ള പ്രതിരോധ ശേഷി അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? ആ ഒരു ഇവാലുവേഷൻ നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് നടത്തുന്നത് വഴി. അപ്പൊ അതുപോലെയുള്ള ഡെത്ത് റേറ്റ് എത്രത്തോളം ഉണ്ടായി, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റുകൾ എത്രത്തോളം ഉണ്ടായി, മരണനിരക്ക്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇത്ര പീരിയഡിനുള്ളിൽ എത്ര മരണങ്ങൾ നടന്നു, അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളും എടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ അവരുടെ സ്വാധീനം അളക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കുറച്ച് ഭാഗം എന്ന് പറയുന്നത്. കുഴപ്പമില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്, വലിയ ഇതൊന്നുമില്ല. കുറച്ച് ഫോർമുലാസ് ഇതിലും വരുന്നുണ്ട്. നിങ്ങൾ നേരത്തെ ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മൾ കുറച്ച് ഫോർമുലാസ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് മിസ് പറയുന്നത് ഒരു അത്രയും 32 ഒന്നും ഇല്ല കേട്ടോ, കുറച്ചുള്ളൂ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 എണ്ണം നിങ്ങൾ അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്തൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. അത് 1-2 എണ്ണം മാത്രം ചോദിക്കും, ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ജസ്റ്റ് നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ് മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗം. അപ്പൊ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെന്റൻസ് എന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ജനസംഖ്യയുടെ ഒരു കാൽക്കുലബിൾ എന്ന് പറഞ്ഞാൽ എന്താ കാൽക്കുലബിൾ എന്ന് പറഞ്ഞാല് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റുന്ന അല്ലെ, അല്ലെങ്കിൽ തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു സവിശേഷതകളുള്ള അല്ലെങ്കിൽ എന്താണ് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന മൂല്യവത്തായ ഒരു സവിശേഷതയാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് റിസർച്ചേഴ്സ് യൂസ് ആർ സപ്പോർട്ടിംഗ് എവിഡൻസ്. ഇത് ആരും ഉപയോഗിക്കുന്നുണ്ട്? റിസർച്ച് നടത്തുന്നവര് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? യൂസ് ആർ സപ്പോർട്ടിംഗ് എവിഡൻസ് ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ജനസംഖ്യയുടെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് അല്ലെങ്കിൽ ഒരു സഹായകരമായ ഒരു തെളിവായിട്ട് അല്ലെ, ഇതിന് സഹായിക്കുന്ന ഒരു തെളിവായിട്ട് ആരിതിനെ ഉപയോഗിക്കാറുണ്ട്? ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് ആരോ യൂസ് ചെയ്യാറ്? റിസർച്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേ. ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ ഒരു കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെ അതിനുള്ളിലെ അളക്കാവുന്ന ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒരു സവിശേഷതയുള്ള ഒരു ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഡിക്കേറ്റേഴ്സ് കൂടുതലും റിസർച്ച് ചെയ്യുന്ന റിസർച്ചേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നത്? ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ജനത അല്ലെങ്കിൽ ഒരു ജനസംഖ്യ എത്ര ആളുകള് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം എങ്ങനെയാണ് അല്ലെ, ഒരു പോപ്പുലേഷനിലെ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വിശദീകരിക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് എവിഡൻസ് അല്ലെങ്കിൽ എന്താ ഒരു സപ്പോർട്ട് നൽകുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഒരു തെളിവായിട്ട് റിസർച്ചേഴ്സ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും കിട്ടിയോ? ഇപ്പൊ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ കോവിഡിന്റെ കേസ് പറഞ്ഞില്ലേ, അപ്പൊ അവിടെ നമുക്ക് ആ ഒരു എത്ര പേർക്ക് അവിടെ അതിൽ ഇതുപോലെയുള്ള പ്രതിരോധ ശക്തി കിട്ടി. അപ്പൊ ആ ഒരു ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങള് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചവരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ മാർക്കറ്റിംഗ് ഒക്കെ പറഞ്ഞില്ലേ, ഒരുപാട് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. ആ ഡേറ്റാസിനെ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഡേറ്റാസ് അനലൈസ് ചെയ്ത് ആ ഡേറ്റാസിൽ നിന്നും കിട്ടുന്ന ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അത് വെച്ചവർ എന്ത് ചെയ്യുന്നു? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഉണ്ടാക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ലേ ഈ പൈ ഡയഗ്രാംസ്, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഒക്കെ ഓരോ ഡേറ്റ തന്നിട്ട് ഇൻഫർമേഷൻസ് തന്നിട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണും. പൈ ഡയഗ്രാം ഒക്കെ ഉണ്ടാക്കിയിട്ടില്ലേ നിങ്ങൾ? ഇത്ര ഡേറ്റ ഇത്ര പെർസെന്റേജ്, അതെ എക്സൽ ചെയ്യാം നമുക്ക് അല്ലെ. അപ്പൊ അതേപോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള എന്താണ് അവർ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള ഡേറ്റാസ് ഇൻഫർമേഷൻസ് ഒക്കെ അങ്ങനെ കൺവേർട്ട് ചെയ്ത് അതിലൂടെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? അനാലിസിസ് ചെയ്യുന്നത്. അതിലൂടെയാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് അല്ലെങ്കിൽ കണ്ടെത്തലുകളിലേക്ക് എത്തുന്നത്. അത്രയും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ മൺഡേക്ക് നമുക്ക് അതും കൂടി ഒന്ന് കുറച്ച് ഭാഗമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം തുടങ്ങി എന്ത് ചെയ്യാം, അടുത്ത ആഴ്ചത്തെ ഏതെങ്കിലും ഒരു ദിവസം തുടങ്ങി നമുക്ക് കുറച്ച് റിവിഷൻസും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.